ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഇവിടെ ശുശ്രൂഷയ്ക്ക് നിങ്ങൾ വന്നിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചേ, നിങ്ങൾ ആഗ്രഹിച്ച് കണക്ക് കൂട്ടി വന്നവരാണോ നിങ്ങൾ? അല്ല. നിങ്ങൾ ചിന്തിച്ചോ, നിങ്ങളെ തലയ്ക്കകത്ത് പലർക്കും കണക്കുകൂട്ടലുകൾ പലതുമുണ്ട്. നിങ്ങളിപ്പോൾ ഇവിടെ വരാൻ തന്നെ പലരും കണക്ക് കൂട്ടി. എന്നാൽ നിങ്ങൾ മാത്രം എന്തേ വന്നു? ഇറ്റ് ഈസ് ഗോഡ്സ് ഇനിഷ്യേറ്റീവ്. ദൈവമാണ് ഇതിന്റെ താല്പര്യം എടുത്തിരിക്കുന്നത്. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കാൻ യോഹന്നാന്റെ സുവിശേഷം 6:44 എന്ന് വായിച്ചേ. ജോൺ 6:44. യോഹന്നാന്റെ സുവിശേഷം 6:44 എന്ന് വായിച്ചേ. 6-ാം അധ്യായം 44-ാം തിരുവചനം. 6-ാം അധ്യായം 44-ാം തിരുവചനം അറിയാവുന്നൊരു വചനമാണ്. ഒരു കുഞ്ഞു വചനം. ഏതാ? പിതാവ് എന്നെ അയച്ച പിതാവ് ആകർഷിക്കുകയല്ലാതെ ഒരുവനും എന്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കില്ലെന്ന്. കണ്ടോ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ആഗ്രഹിക്കാതെ ഒരു വ്യക്തിക്കും എത്താൻ പറ്റില്ല. ഇപ്പൊ ഇവിടെ നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം ഉറപ്പിച്ചോളൂ, ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്, നിങ്ങളുടെ പദ്ധതി അല്ലെന്ന്. നിങ്ങളുടെ പദ്ധതിയല്ല. ഇന്നലെ എല്ലാവരെയും കണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലരൊക്കെ വന്നു പറഞ്ഞു, അച്ഛാ ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഒരുക്കിയതാ. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ നിങ്ങൾ ഈ ധ്യാനത്തിന് വരാൻ നേരത്തെ ഒരുങ്ങിയതല്ലേ? അല്ലച്ചാ, അല്ലെന്ന്. ശനിയാഴ്ച ഉണ്ടായത് ഈ സംഭവം, ശനിയാഴ്ച ഉണ്ടായ ഈ കാര്യം, ഞായറാഴ്ച രാവിലെ ഉണ്ടായ ഈ കാര്യം. അച്ഛാ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രചോദനം കിട്ടിയതേ ഇങ്ങോട്ട് പോന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ പ്രചോദനം കിട്ടി ഇങ്ങോട്ട് പോന്നു. മറ്റൊരു സ്ത്രീ പറഞ്ഞത്, അച്ഛാ ഞാൻ യഥാർത്ഥത്തിൽ ഞാൻ ഒരാൾക്ക് കൂട്ടിന് വന്നതാണ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് ഇച്ചിരി ശാരീരിക ബലഹീനതകൾ ഉള്ളതുകൊണ്ട് ആ വ്യക്തി ഒന്ന് പിടിക്കാനും നടത്താനൊക്കെ വന്ന. പക്ഷേ ഈ ധ്യാനം എനിക്ക് വേണ്ടിയാണ് കർത്താവ് ഒരുക്കിയത്. കൂട്ടിന് വന്നതാണ്, പക്ഷെ അടിസ്ഥാനപരമായി ദൈവം ആ സഹോദരി ഒരുക്കിയതാണ്. ഇപ്പൊ ഇവിടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിച്ചോണം, വളരെ ബൈ ചാൻസ് ആണെന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ആക്സിഡന്റ് ആണ്, അവിചാരിതമാണ്. നോ, ഇത് അവിചാരിതമല്ല. ഈ ശുശ്രൂഷ നീ ഓൺലൈനിലോ ഇവിടെ ഇരുന്നോ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചു കൊള്ളണം, ഇത് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ്. വലതുകര ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇറ്റ് ഈസ് ഗോഡ്സ് പ്ലാൻ. ദൈവമാണ് അടിസ്ഥാനപരമായ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ദൈവമാണ് നിന്നെ ആദ്യം പരിഗണിച്ചത്. ദൈവമാണ് നിന്നെ ആദ്യം സ്നേഹിച്ചത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം നമ്മൾ പഠിപ്പിച്ചത്, ആദ്യം അവിടുന്ന് നമ്മെ സ്നേഹിച്ചു, അതിനാൽ നാമും അവിടുത്തെ സ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയാവോ? ഈ പരിഗണനയെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ പരിഗണിക്കാൻ ദൈവം എടുത്ത അതേ നിലപാട് നമ്മളും എടുക്കണം. ഈശോയുടെ സ്വഭാവം നമ്മുടെ സ്വഭാവത്തിലും വേണം. അത് നമുക്കൊരു വചനം വായിച്ചാലോ? മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം, സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 7 വേഴ്സ് 12. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 12-ാം തിരുവചനം. മാത്യു 7:12 വായിക്കാം. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന്, മറ്റുള്ളവർ നിങ്ങളോട് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. കണ്ടോ ഒന്ന് ഏറ്റവും ചൊല്ലി പ്രാർത്ഥിച്ചേ. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് അവർക്കും ചെയ്യുവിൻ. ഹല്ലേലൂയ. ഇതാണ് ചെയ്യേണ്ടത്. നിന്നെ ആരെങ്കിലും പരിഗണിക്കണമെന്ന് നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? പറഞ്ഞേ, നീ മറ്റുള്ളവരെ പരിഗണിക്കണം. നമ്മുടെ ആഗ്രഹം എന്താ? ഇങ്ങോട്ട് പോരട്ടെ. തൂമ്പായുടെ സ്വഭാവമാണെന്നൊക്കെ പറയുമല്ലോ. ഇങ്ങോട്ട് പോരട്ടെ. നീ ഇങ്ങോട്ട് പോരട്ടെ എന്ന് പറയുമ്പോൾ നീ ആദ്യം ചിന്തിക്കേണ്ട, നീ എത്രത്തോളം അങ്ങോട്ട്. പ്രായോഗികമാക്കേണ്ട കാര്യം, മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം എന്ത് ചെയ്യണം? നിങ്ങൾ അവർക്ക് ചെയ്യുവൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചിലർക്ക് ഇത് കേൾക്കുമ്പോഴത്തേക്ക് വല്ലാത്ത വിഷമമൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ നടക്കുമോ അച്ഛാ? നടത്തണമെന്ന്. അതാണ് ക്രൈസ്തവ ജീവിതം. ക്രിസ്തുവിന്റെ മനസ്സാ പറയണേ. ക്രിസ്തുവിന്റെ മനസ്സ് പറയുകയാണ്, നീ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടി നടക്കുവല്ലേ? നീ ആദ്യം ചെയ്യേണ്ടത് എന്താ? നീ മറ്റുള്ളവരെ സ്നേഹിക്കാൻ, മറ്റുള്ളവരെ പരിഗണിക്കാൻ നിന്റെ ഭാഗത്തു നിന്ന് നീ ഒരു ശ്രമം നടത്തിയാൽ അന്തരീക്ഷം മാറും.
അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞ, നീ മറ്റുള്ളവരെ പരിഗണിക്കണം. മറ്റുള്ളവരെ പരിഗണിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതായത് നമ്മൾ എത്രത്തോളം പരിഗണന ആഗ്രഹിക്കുന്നുവോ അത്രത്തോളം മറ്റുള്ളവരെ പരിഗണിക്കണം. ഈശോയുടെ സ്വഭാവത്തിൽ ഉണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈശോയുടെ സ്വഭാവത്തിലുണ്ടായിരുന്നു. നമ്മൾ പലപ്പോഴും പറയും സമയമില്ല സമയമില്ല എന്നും പറഞ്ഞ് നടക്കും, അല്ലേ? ഫോൺ വിളിക്കാൻ സമയമില്ല, കൂടെ ഇരിക്കാൻ സമയമില്ല. എന്തൊരു തിരക്കാ, തിരക്കോട് തിരക്ക്, അല്ലേ? തിരക്കോട് തിരക്ക്. നിങ്ങളിപ്പോൾ ആരെങ്കിലും വിളിക്കും, ഫോൺ വിളിക്കുമ്പോഴത്തേക്ക് ഇപ്പം എന്താ വിളിക്കാത്ത എന്നൊക്കെ മക്കളോടോ നിങ്ങളുടെ പ്രിയപ്പെട്ട ആരോടെങ്കിലുമൊക്കെ ഫോൺ വിളിക്കുമ്പോൾ അവർ ആദ്യം പറയുന്ന കാര്യം എന്താ? വിളിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷെ ഭയങ്കര തിരക്കാണ്. ഇന്നലെ വിളിക്കണമെന്ന് വിചാരിച്ചത്, പക്ഷെ ഭയങ്കര തിരക്കായിപ്പോയി. നമ്മൾ ഓർത്ത് നോക്കിക്കേ, നമ്മൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ വിളിക്കാനുള്ളതല്ലെന്ന്, മറിച്ച് ഈ തിരക്കിനിടയിലും നിനക്ക് ഓർക്കാനും പ്രാർത്ഥിക്കാനും നിന്റെ ജീവിതത്തിൽ നിലനിർത്തേണ്ട ഒരു ബന്ധത്തെക്കുറിച്ചാണ് ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാതെ ജീവിത ബന്ധങ്ങൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ അലസമായിട്ടിരിക്കുമ്പോൾ ചെയ്യാനുള്ളതല്ല, മറിച്ച് നിന്റെ തിരക്കേറിയ ജീവിതത്തിനിടയിൽ നമ്മൾ കൊടുക്കേണ്ട പ്രാധാന്യമാണ് പറഞ്ഞത്. അതുകൊണ്ടാണല്ലോ നമ്മൾ പൊതുവെ ഈ ആവശ്യങ്ങളൊക്കെ കുറിച്ച് പറയുമ്പോൾ 3 തരത്തിൽ പറയത്തില്ലേ? ആവശ്യം, അത്യാവശ്യം, അനാവശ്യം. ഒന്ന് പറഞ്ഞേ. ആവശ്യം, അത്യാവശ്യം, അനാവശ്യം. 3 ഉണ്ട്. ആവശ്യമാണോ, അത്യാവശ്യമാണോ, അനാവശ്യമാണോ എന്ന് ചിന്തിക്കണം. ഏത്? നമ്മൾ കൊടുക്കുന്ന പ്രയോറിറ്റികൾ, നമ്മൾ കൊടുക്കുന്ന മുൻഗണനകൾ, ഓരോ കാര്യത്തിനും കൊടുക്കുന്ന മുൻഗണന, ഇത് ആവശ്യമാണോ, അത്യാവശ്യമാണോ, അനാവശ്യമാണോ? സത്യം പറയട്ടെ, നിങ്ങളുടെ അഭിപ്രായം അങ്ങനെയൊക്കെ തന്നെ. എന്തോ മിക്കവാറും നമ്മൾ കൊടുക്കുന്ന പല കാര്യങ്ങളും അനാവശ്യമാണെന്ന്. പക്ഷെ നമ്മുടെ ഉള്ളിൽ തോന്നും ഇതാണ് അത്യാവശ്യം. എന്ത്? ഉദാഹരണത്തിന് നമ്മൾ പള്ളിയിലേക്ക് പോകാൻ പോവാണ്, ഒരു 5 മിനിറ്റ് സമയം കൂടെ ഉണ്ട് കുർബാന ആരംഭിക്കാൻ എന്ന് വിചാരിക്കുക. എന്നാൽ പിന്നെ 5 മിനിറ്റ് സമയം എന്ത് ചെയ്തേക്കാം? മൊബൈൽ നോക്കിയേക്കാം. സമയം കളയണ്ടല്ലോ. 5 മിനിറ്റ് സമയമുണ്ടല്ലോ. 5 മിനിറ്റ് നോക്കിയിരിക്കുന്ന നമ്മൾ 5 മിനിറ്റിൽ അവസാനിപ്പിക്കുമോ? ഇല്ലെന്ന്. ഒരു 15 മിനിറ്റ് അയ്യോ സമയമായല്ലോ, അല്ലേ? നമ്മൾ ഓടി കുർബാനയ്ക്കെത്തുമ്പോൾ കുർബാന പകുതിയായിട്ടുണ്ടാവും. ആയിക്കോട്ടെ. ചോദ്യം, നീ ആ 5 മിനിറ്റ് സമയം നീ മൊബൈൽ നോക്കിയത് ആവശ്യമാണോ, അത്യാവശ്യമാണോ, അനാവശ്യമാണോ? അനാവശ്യമാണ്. പക്ഷെ നമ്മളോട് എന്താ ചിന്തിച്ചത്? ഇതാണ് ഈ സമയം കളയണ്ടല്ലോ, 5 മിനിറ്റ് നേരത്തെ പോയി പള്ളിയിലിരുന്ന് ഒന്ന് ഒരുങ്ങിക്കൂടെ, ഒന്ന് പ്രാർത്ഥിച്ചൊരുങ്ങിക്കൂടെ. നമ്മൾ കൊടുക്കുന്ന ഒട്ടുമുക്കാലും കാര്യങ്ങളിൽ ഈ പറഞ്ഞ കുഴപ്പമുണ്ട്. ഏത്? അനാവശ്യമായ കാര്യങ്ങൾക്കാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത്. ഇതാണ് പ്രധാനപ്പെട്ടെന്ന് ചിന്തിക്കും. ഒരു ദിവസത്തിൽ 24 മണിക്കൂർ അല്ലേ? ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യർക്കും, ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും, കേരള മുഖ്യമന്ത്രി VD സതീശനും, ചേച്ചിക്കും, ചേട്ടനും, എനിക്കും, എല്ലാവർക്കും എത്ര സമയം? 24 മണിക്കൂർ. ഈ 24 മണിക്കൂർ നമ്മുടെ കയ്യിലുണ്ട്. ഒരു ദിവസത്തിൽ ദൈവം ഇങ്ങോട്ട് ഗിഫ്റ്റായിട്ട് തന്നിരിക്കുക. ഈ 24 മണിക്കൂറിൽ എത്ര സമയം നമ്മൾ വചനം വായിക്കാൻ, ജപമാല ചൊല്ലാൻ, ദൈവകാര്യങ്ങൾക്ക് മാറ്റിവെക്കുന്നു? സമയമില്ലെന്ന്. സമയമുണ്ട്. നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. നമ്മൾ എത്ര സമയം കൊടുക്കുന്നു എന്നുള്ളതാണ്. ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാർ, അല്ലേ? സുപ്രീം കോടതി ജഡ്ജിയായിട്ട് വർഷങ്ങളോളം ഉണ്ടായിരുന്നു. ഡൽഹിയിലൊക്കെ വർഷങ്ങളോളം, അല്ലേ, സുപ്രീം കോടതി ജഡ്ജിയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്തെന്നറിയോ? എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന പങ്കെടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷമേ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് പോകൂ. അതുകൊണ്ട് എന്താ ഗുണം? അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ തന്നെ കേസുകളൊക്കെ തീർക്കാൻ പറ്റിയ അനേക ജഡ്ജിമാരിൽ അഗ്രഗണ്യനാണ് അദ്ദേഹം. എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തതിന് ശേഷം, പരിശുദ്ധ കുർബാനയ്ക്ക് അത്രമേൽ പ്രാധാന്യം. നമ്മളാണെങ്കിലോ അത് പിന്നെ ആവട്ടെ. മക്കളുടെ പരീക്ഷ വരുന്നു. മക്കളുടെ പരീക്ഷാ സമയത്ത് എന്ത് പറയും? മക്കളെ പഠിച്ചോ കേട്ടോ, ഞങ്ങൾ പോയി പ്രാർത്ഥിച്ചോളാം. അപ്പോൾ അല്ല അമ്മേ, ഞാൻ പള്ളി, നീ പോകണ്ട നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോ, ഞങ്ങൾ പോയി പ്രാർത്ഥിച്ചോളാം. നീ ആ കുട്ടിയെ പള്ളിയിലൊന്ന് വിട്ടേ, പരിശുദ്ധ കുർബാന ഒന്ന് സ്വീകരിച്ചേ. എന്തൊരു വലിയ അനുഗ്രഹമാണെന്നറിയോ? എന്തൊരു വലിയ അനുഗ്രഹം. ആ സമയം കൂടി ഇരുന്ന് പഠിക്കാം. ഏത്? അതായത് ഇത്രയും ദിവസം പഠിക്കാത്ത കാര്യമാണ് ആ 1/2 മണിക്കൂർ കൊണ്ട് പഠിച്ചു തീർക്കാൻ പോകുന്നെന്ന് ഓർക്കണം. നടക്കുമോ?
പക്ഷെ നമ്മുടെ തലയ്ക്കകത്തെ ചിന്ത എന്താ? പ്രാർത്ഥിച്ചില്ലേലും കുഴപ്പമില്ല. നമ്മുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ചിന്തിച്ചേ. വീട്ടിലൊക്കെ ഒഴിവാക്കുന്ന ഏറ്റവും നമ്പർ 1 കാര്യം ഏതാ? കുടുംബ പ്രാർത്ഥന. വൈകുന്നേരം ആയി കഴിയുമ്പോഴത്തേക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് എന്നാൽ പിന്നെ ഇന്ന് പ്രാർത്ഥന നാളെയാക്കാം. കാരണം എന്താ? ആരും ചോദിക്കാൻ വരികയല്ലോ. എന്നാൽ പിന്നെ അത്താഴം വേണ്ട എന്ന് തീരുമാനിക്കാൻ പാടില്ലേ? ഇന്ന് അത്താഴം വേണ്ട, ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് അത്താഴം വേണ്ട. അങ്ങനെ ചിന്തിച്ചാൽ എന്താ ഇങ്ങനെ ഇരിക്കും? അല്ല, അത് വേണം, പ്രാർത്ഥന വേണ്ട. ഏറ്റവും എളുപ്പത്തിൽ നമ്മൾ ഒഴിവാക്കുന്നതാണ് നമ്മുടെ ആത്മീയ ജീവിതം. അപ്പൊ കൊടുക്കേണ്ടത് ആവശ്യം, അത്യാവശ്യം, അനാവശ്യം. ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ്, ഒരാളോട് സംസാരിക്കുന്നതിന് മുമ്പ്, മൊബൈൽ എടുക്കുന്നതിന് മുമ്പ് ചിന്തിക്കുക, ഇത് അത്യാവശ്യമാണോ അനാവശ്യമാണോ? ഒട്ടുമുക്കാലും അനാവശ്യമാണെന്ന്. അനാവശ്യമാണ്. സ്വർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മുടെ ധ്യാനത്തിന്റെ 1-ാം ദിവസത്തിൽ നമ്മൾ എല്ലാവരുടെയും മൊബൈൽ ഫോൺ വാങ്ങിച്ചു വെക്കും. എന്തൊരു വിഷമാന്നറിയോ ചിലർക്ക്? ആ ചങ്ക് കീറുന്ന വേദന. അച്ഛാ, കഴിഞ്ഞ ദിവസം ചേച്ചി പറഞ്ഞു, അച്ഛാ എൻ്റെ വീട്ടിൽ ഞാനില്ലെങ്കിൽ വീടില്ല അച്ഛാ, ഞാനാണ് വീട് മൊത്തം നടത്തുന്നത്, ഞാൻ എഴുന്നേറ്റില്ലെങ്കിൽ വീട്ടിൽ ആരും എഴുന്നേൽക്കുകയല്ല അച്ഛാ. ഈ മൊബൈൽ വെച്ച് എനിക്ക് എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ അറിയണം. വീട്ടിൽ എന്തുണ്ടാക്കി, അവരെഴുന്നേറ്റോ, അവരുറങ്ങിയോ? അയ്യോ, ഞാനില്ലെങ്കിൽ വീടില്ല അച്ഛാ, ഞാനില്ലെങ്കിൽ വീടില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ, നിങ്ങളില്ലെങ്കിൽ നിങ്ങളുടെ വീടില്ലേ? ഞാൻ ആ ചേച്ചിയോട് പറയും, ചേച്ചിയുടെ തലയിലുള്ള പൊട്ട ചിന്തയാണ്. ചേച്ചി വീട്ടിൽ നിന്ന് പോന്നപ്പോൾ മുതൽ വീട്ടിൽ ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ശല്യം പോയല്ലോ എന്ന് ഓർത്തിരിക്കുമ്പോഴേ ഇവിടെ ഇരുന്നുകൊണ്ട് മൊബൈലിൽ അങ്ങോട്ട് ഗുണഗുണഗുണാന്ന് പറഞ്ഞ് വിളിച്ചോണ്ടിരിക്കുന്നത്. അവരാഘോഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു, ശല്യം പോയല്ലോ എന്ന്. അപ്പോഴാണ് ഇവിടെ ഇരുന്നുകൊണ്ട് അങ്ങോട്ട്. നമ്മുടെ തലയിലുള്ള ഒരു ചിന്തയാണ്, ഞാനില്ലെങ്കിൽ വീടില്ല. നമ്മൾ മരിച്ചു പോകത്തില്ലേ? ഈ ജീവിതം മുന്നോട്ട് പോകണ്ടേ? നമ്മുടെ തലയ്ക്കകത്തുള്ള ചിന്തയാണെന്ന്, അല്ലേ? ഈ മൊബൈലിലാണ് ജീവിതം മുഴുവൻ. അയ്യോ, ഇതില്ലെങ്കിൽ എങ്ങനെ ജീവിക്കും? ഞാൻ ചോദിക്കട്ടെ, മുതിർന്നവരുണ്ടല്ലോ, മൊബൈൽ ഉള്ള കാലഘട്ടമാണ്, മൊബൈൽ ഇല്ലാതിരുന്ന കാലഘട്ടമാണ് സമാധാനം ഉണ്ടായിരുന്നു? സത്യം പറ. ഇല്ലാതിരുന്ന കാലഘട്ടം എന്നാ സമാധാനമായിരുന്നു. നമ്മുടെ വീട്ടിലെ മുഖത്ത് നോക്കി സംസാരിക്കുമായിരുന്നല്ലോ. ഇന്ന് മുഖത്ത് നോക്കി സംസാരമുണ്ടോ? എവിടെ? കുത്തിക്കൊണ്ടിരിക്കുമല്ലേ? എടി പറഞ്ഞോ കേൾക്കുന്നുണ്ടല്ലോ, കുത്തുവാ. ഈ കുത്തലിൻ്റെ ഇടയ്ക്ക് നീ അമ്മ പറഞ്ഞോന്ന്, മുഖത്ത് നോക്കി സംസാരമില്ലെന്ന്. ഇതെവിടെയാ പോയത്? ഈ സാധനം വന്നതിന് ശേഷം നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം, ആവശ്യം, അത്യാവശ്യം, അനാവശ്യം, ഒരു കാര്യത്തിന് നമ്മൾ എന്ത് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സ്വർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചേ. നിങ്ങൾ ഒരു ഗ്ലാസ് കയ്യിലെടുക്കുക. എല്ലാവരും ഒരു ഗ്ലാസ് കയ്യിലെടുത്ത ഗ്ലാസ് ഇങ്ങനെ പിടിച്ചേ. ഗ്ലാസ് പിടി. ഈ ഗ്ലാസിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. കുറച്ച് മണ്ണ്, കുറച്ച് കല്ല്, പിന്നെ കുറച്ച് വെള്ളം ഇരിപ്പുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കാം. ഒഴിച്ചേ, ഗ്ലാസ്സിലോട്ട് വെള്ളം ഒഴിച്ചു. വെള്ളം ഒഴിച്ചിട്ട് ഇനി ആ മണ്ണ് കുറച്ച് വാരിയിട്ടെ. എന്ത് സംഭവിക്കുന്നു? വെള്ളം പൊങ്ങി. വെള്ളം. അപ്പം എന്നാൽ പിന്നെ കുറച്ച് കല്ലും കൂടെ മാരിയിട്ടെ. ഇട്ടു. ഇപ്പം എന്ത് സംഭവിക്കുന്നു? അയ്യോ, ഗ്ലാസ് ഇത് മൊത്തം ചാടിപ്പോയി, ഇത് ഇടാൻ പറ്റുന്നില്ല. ഇനി നിങ്ങളൊരു കാര്യം ചെയ്യും, ആ ഗ്ലാസ് ഒന്ന് അങ്ങോട്ട് വെച്ചു. ഇനി ഒന്നും കൂടെ വേറെ അടുത്തിരിക്കുന്ന ഗ്ലാസ് എടുത്തു. ഇനി നമ്മൾ ഇപ്പം ഇട്ട ഓർഡർ ഒന്ന് മാറ്റി പിടിക്കാൻ പോവാണേ. ആദ്യം തന്നെ നമ്മൾ ആ കല്ല് അങ്ങോട്ട് ഇട്ടു. കല്ല് പെറുക്കിയിട്ടു. ഇനി കുറച്ച് ആ മണ്ണ് വാരിയിട്ട് ഒന്ന് ഇളക്കിയൊക്കെ ചെയ്ത്. ഓക്കെ, പിടി കിട്ടിയോ? ഇനി നിങ്ങൾ ആ ഗ്ലാസ്സിലെ വെള്ളം ഒഴിച്ച് നോക്കിയേ. കണ്ട ആ വെള്ളം ഒഴുകി അതിൻ്റെ അകത്ത് ടിപ്പ് ടോപ്പായിട്ടിരുന്നു. ഇതേ പ്രവൃത്തിയല്ല നമ്മൾ ആദ്യം ചെയ്തത്. ആദ്യം ചെയ്തപ്പോഴത്തേക്ക് അതെല്ലാം തുളുമ്പിപ്പോയി. ഇതെന്താ ഇപ്പം തുളുമ്പാത്തത്? കാരണം ഇട്ടതിൻ്റെ ഒരു ഓർഡറുണ്ട്. എന്താണ് പ്രത്യേകത? ആവശ്യം, അത്യാവശ്യം, അനാവശ്യം. അതായത് ഒരു കാര്യം ഫില്ല് ചെയ്യുമ്പോൾ ആവശ്യം ഉള്ളതനുസരിച്ച് ഫില്ല് ചെയ്യണം. ആവശ്യമില്ലാത്തത് നമ്മൾ ആദ്യം ഇട്ട് കഴിഞ്ഞാൽ തുളുമ്പിപ്പോ താങ്ങാൻ പറ്റില്ല. നമ്മൾ മൊബൈൽ ഫോണിൽ തന്നെ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും ഉൾക്കൊള്ളാൻ പറ്റില്ല. അനാവശ്യമായ കാര്യം ചെന്നു കഴിഞ്ഞു, പിന്നെ നിന്റെ ഉള്ളിൽ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും സ്പേസ് ഇല്ലാണ്ടാവും. അത്യാവശ്യമുള്ളത് എന്താന്ന് കണ്ടുപിടിക്കണം.
അത്യാവശ്യമുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. അത്യാവശ്യമുള്ള സാധനങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ ബാക്കിയുള്ളതിനൊക്കെ സ്ഥലം കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിലുള്ളവരെ നീ പരിഗണിക്കണം, നിന്റെ സുഹൃത്തുക്കളെ നീ പരിഗണിക്കണം, നിന്റെ ജോലി സ്ഥലത്തുള്ളവരെ പരിഗണിക്കണം. പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നു, തങ്ങൾ ഓരോരുത്തരും മറ്റുള്ളവരുടെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാവണം, മറ്റുള്ളവരെ കുറിച്ച് പരിഗണിക്കണം. അത് അത്യാവശ്യമായ കാര്യമാണ്. അല്ലാതെ എല്ലാം കഴിയുമ്പോഴത്തേക്ക് നോക്കേണ്ട കാര്യമല്ല, വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അടുത്തിരിക്കുന്ന ആളോട് പറ, പരിഗണിക്കണം. പറഞ്ഞു കൊടുത്തേ, പരിഗണിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പരിഗണിക്കുന്നവർക്ക് എന്താ ഗുണമെന്നറിയോ? പരിഗണിക്കുന്നവരെ ദൈവവും പരിഗണിക്കും. ദൈവവും പരിഗണിക്കും. നീ ഒരാളെ പരിഗണിക്കുന്നു, സ്നേഹിക്കുന്നു, കെയർ ചെയ്യുന്നു, ആ വ്യക്തിക്ക് ഒരു അറ്റൻഷൻ കൊടുക്കുന്നു, നീ ഓർത്തോണം, നിന്റെ കാര്യത്തിൽ ദൈവം പരിഗണിക്കും. ലൂക്കാസ് വിശേഷം 6-ാം അധ്യായം അതിന്റെ 38-ാം തിരുവചനം വായിച്ചാലോ? സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 6, ലൂക്കാസ് വിശേഷം 6-ാം അധ്യായം അതിന്റെ 38-ാം തിരുവചനം. 6:38 വായിച്ചോ. കൊടുക്കുവിൻ നിങ്ങൾക്കും കിട്ടും, അമർത്തി കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിലിട്ടു തരും. കണ്ടോ? വലതുകരം ഒന്ന് ഉയർത്തി പറഞ്ഞ് ഒച്ചത്തിൽ പറഞ്ഞ്, കൊടുക്കുവിൻ നിങ്ങൾക്കും കിട്ടും, അമർത്തി കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിലിട്ടു തരും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും കിട്ടും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വചനം പഠിപ്പിച്ചത് കൃത്യമായിട്ട് ഓർത്തോണം കേട്ടോ. കൊടുത്താൽ നിനക്ക് കിട്ടും, അമർത്തി കുലുക്കി നിറച്ചളന്ന് നിനക്ക് കിട്ടും. മറ്റുള്ളവരെ നീ പരിഗണിച്ചാൽ നിന്നെയും പരിഗണിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവമേ, എൻ്റെ കുടുംബത്തിൽ ഞാൻ അനുഭവിക്കുന്ന അവസ്ഥ, ബന്ധങ്ങളിൽ അനുഭവിക്കുന്ന അവസ്ഥ, ഒരുപക്ഷെ നമ്മുടെ ചില ബന്ധങ്ങളൊക്കെ വല്ലാണ്ട് തകർന്നു പോയവരുണ്ട്, വല്ലാണ്ട് തകർന്നു പോയവർ. ഈ ശുശ്രൂഷ സമയത്ത് പ്രാർത്ഥിച്ചോ, കർത്താവ് നഷ്ടപ്പെട്ട ബന്ധങ്ങളെ വീണ്ടും പണിതുയർത്തും. വലിയത് ആഗ്രഹിക്കണം. ചില അത്രമേൽ പ്രിയപ്പെട്ട ചില സുഹൃത്തുക്കളൊക്കെ നഷ്ടപ്പെട്ടു പോയവരുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ചില ബന്ധങ്ങൾ എത്ര നാളായി ചിലതൊക്കെ തകർന്നു പോയത്. കർത്താവെ, ഈ ശുശ്രൂഷ അവസരത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കും, നഷ്ടപ്പെട്ട ബന്ധങ്ങളെയൊക്കെ പണിതുയർത്താൻ കർത്താവെ ഞങ്ങൾ കൃപ വേണം, പരിഗണിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്ക് വേണം. ആഗ്രഹത്തോടെ പരിശുദ്ധ ആരാധനയുടെ പ്രാരംഭ ഗീതം പാടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്നിൽ കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി എൻ്റെ രോഗം, എൻ്റെ ജീവിതം ഈ അൾത്താരിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എന്നിൽ അങ്ങ് ഇടപെടണമേ, എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ അഭിഷേകം നൽകണമേ. ആഗ്രഹിക്കുകയാണ്. കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചേ. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളെയും ഓർക്കുക. കർത്താവെ, എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ കടന്നു പോകുന്ന ഓരോ അനുഭവങ്ങളിലും കർത്താവെ, അങ്ങാണ് ഞങ്ങളുടെ ബലം. ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു, വിശ്വസിക്കുന്നു. എൻ്റെ രോഗം, എൻ്റെ വേദന, എൻ്റെ ജീവിതത്തിലെ കണ്ണുനീര് ഇതെല്ലാം ഈ അൾത്താരിൽ സമർപ്പിക്കുന്നു. ഉത്തരം നൽകണമേ കർത്താവെ. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. ജീവിത ദുഃഖങ്ങൾ തിരുകൈകളിലേക്കിടുന്നു. ചേർന്ന് പാടിക്കേ. എൻ ജീവിത ദുഃഖങ്ങൾ യേശുവേ എന്റെ രോഗവും എന്റെ വേദന
എന്റെ രോഗവും എന്റെ വേദനയും തിരുപാദത്തിൽ. രണ്ടു കരങ്ങളും അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ച് ഈശോയെ വരേണമേ. ചേർന്ന് പാടിക്കേ, നാഥ നാഥ എന്നിൽ, നാഥ വരണമേ സൗഖ്യം, നാഥ വരണമേ യേശുവേ സൗഖ്യം തരണമേ. പാടാം പാടാം, നാഥ വരണമേ സൗഖ്യം. രണ്ടു കരങ്ങളും അൾത്താരിലേക്ക് നീട്ടിപ്പിടിച്ചൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ, നാവ് തുറന്നൊന്ന് വിളിച്ചേ, ഈശോയേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചേ. ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ പ്രവർത്തിക്കുന്നു. എല്ലാ തടസ്സങ്ങളും മാറ്റുന്ന കർത്താവ് നിന്നിൽ ഇടപെടട്ടെ. നിന്റെ ഭാരം കർത്താവ് എടുത്ത് മാറ്റട്ടെ. ഒരു പുതിയ അഭിഷേകം കർത്താവ് ചൊരിയട്ടെ. ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത്രമേൽ എന്നെ സ്നേഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ ശക്തിയും ബലവും നൽകുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. എൻ്റെ പ്രിയരെ, പരിശുദ്ധ അൾത്താരയ്ക്ക് മുമ്പിൽ നമ്മൾ എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ കൂപ്പി കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണ്. ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരൊക്കെ നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ കരങ്ങൾ കൂപ്പി കണ്ണടച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചോ. നിങ്ങളുടെ തൊട്ട് മുമ്പിൽ ഇതാ യേശു നിൽക്കുകയാണ്. വിശുദ്ധ കുർബാനയിൽ നിൽക്കുന്ന സജീവ സാന്നിധ്യം നിന്റെ തൊട്ട് മുമ്പിൽ നിന്നെ അനുഗ്രഹിക്കാനായി ഉയർത്തിയ കൈകളുമായി നിൽക്കുകയാണ്. നീ വിശ്വസിക്കണം, യെസ്, ഞാൻ നിൽക്കുന്നത് എൻ്റെ ഈശോയുടെ മുമ്പിലാണ്. നിന്നെ അനുഗ്രഹിക്കാനായി ഉയർത്തിയ കരങ്ങളാണ് ഈശോയുടേത്. നിന്നെ ശപിക്കാനോ നിന്നെ തല്ലാനോ നിന്നെ വഴക്കു പറയാനോ അല്ല, മറിച്ച് നിന്നെ അനുഗ്രഹിക്കാനായി ഉയർത്തിയ കരങ്ങൾ. ആ അനുഗ്രഹിക്കാനായി ഉയർത്തിയ കരങ്ങളുടെ കീഴെ അതിൻ്റെ തണലിലാണ് നീ പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, എൻ്റെ ജീവിതം സർവസ്വമായി അങ്ങയുടെ കൈകൾ സമർപ്പിക്കുന്നു. ഇന്ന് നീ കടന്നു പോകുന്ന അവസ്ഥ അതെന്താണോ അത് ഈശോയോട് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. നിന്നെ അനുഗ്രഹിക്കുന്ന ഈശോയെ നീ സ്നേഹിക്കണം. നീ സ്നേഹിക്കണം ഈശോയെ, നീ സ്നേഹിക്കണം. കാരണം ഈശോ നിന്നെ സ്നേഹിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈശോയ്ക്ക് തിരിച്ചു കൊടുക്കാനായിട്ടുള്ളത് നമ്മുടെ സ്നേഹം മാത്രമാണ്. ഈശോയെ, അത്രമേൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, അത്രമേൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ നിനക്കൊരവസരം തന്ന സർവശക്തനായ ദൈവമല്ലേ? നിന്റെ ജീവിതത്തിന്റെ ദുഃഖത്തിന്റെ നടുവിൽ നിനക്ക് കരം പിടിച്ച് നടത്തുന്ന സർവശക്തനായ ദൈവമല്ലേ? ആ ദൈവത്തിന്റെ മുമ്പിൽ സകലതും സമർപ്പിച്ച് നീ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. കാരണം നിന്നെ അറിയുന്ന ഒരു ദൈവമാണ് നിന്റെ മുമ്പിൽ അനുഗ്രഹിക്കാനായി കരങ്ങൾ ഉയർത്തിയിരിക്കുന്നത്. നിന്നെ അറിയുന്ന ദൈവം. ഒരുപക്ഷെ നിന്റെ ഉള്ളിലുള്ള വലിയ വിഷമങ്ങളുണ്ട്. എന്നെ ആരും പരിഗണിക്കുന്നില്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എൻ്റെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ, മറ്റുള്ളവരുടെയൊക്കെ ജീവിതം എത്രയോ സുന്ദരം, ഞാൻ മാത്രം ഇങ്ങനെ സഹിക്കുന്നു, എൻ്റെ സ്വപ്നത്തിന് ഇണങ്ങാത്തൊരു വിവാഹ ജീവിതം, എൻ്റെ സ്വഭാവത്തിന് മനസ്സിലാക്കാൻ പറ്റാത്ത മറ്റുള്ളവർ, ജീവിത പങ്കാളിയെക്കുറിച്ച് ഭാരപ്പെടുന്നവരുണ്ട്, മക്കളെക്കുറിച്ച് വല്ലാണ്ട് സങ്കടപ്പെടുന്നവരുണ്ട്, അയൽവാസികളെക്കുറിച്ച് ഭാരപ്പെടുന്നവരുണ്ട്,
ജോലിയെ വലിയ ഒരു ഭാരമായിട്ട് കണക്കാക്കുന്നവരുണ്ട്. അങ്ങനെ തുടങ്ങി ആയിരിക്കുന്ന അവസ്ഥയിൽ പലതരത്തിൽ അവഗണനയും ദുഃഖവും അനുഭവിക്കുന്ന മനുഷ്യരെ, ഇതാ ഈശോ നിന്റെ മുമ്പിൽ പറയുന്നു, എനിക്ക് നിന്നെ അറിയാം, എനിക്ക് നിന്നെ അറിയാം. ഈശോ നിന്നോട് പറയുകയാണ്, നിന്റെ ജീവിതത്തിൽ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥ എനിക്ക് നന്നായി അറിയാം. സംശയിച്ച് പ്രാർത്ഥിക്കുന്നവരും ചോദ്യങ്ങളുമായിട്ട് ചോദിച്ച് പ്രാർത്ഥിക്കുന്നവരൊക്കെ ദേ തിരിച്ചറിഞ്ഞോളൂ, ഈശോയ്ക്ക് നിന്നെ അറിയാം. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ. നീ ഉയർത്തിപ്പിടിച്ച കരങ്ങൾ, പത്രോസ് മുങ്ങിത്താഴാൻ നേരത്ത് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു. അവന്റെ കൈകളിൽ ഈശോ കയറി പിടിച്ചു. അനുഗ്രഹിക്കാൻ ഉയർത്തിയ കൈകളിലാണ് നീ കയറി പിടിച്ചിരിക്കുന്നത്. വിശ്വസിച്ചോണം. കർത്താവേ, എന്നെ അനുഗ്രഹിക്കാൻ ഉയർത്തിയ അങ്ങയുടെ കൈകളിൽ ഞാൻ പിടിച്ചിരിക്കുന്നു. കർത്താവേ, അങ്ങനെ പിടിവിടരുത്. കർത്താവേ, അനുഗ്രഹം വേണം. യാക്കോബ് പ്രാർത്ഥിച്ചതുപോലെ ഞാനും പ്രാർത്ഥിക്കുന്നു. യാക്കോബ് യാബോക്ക് നദിയുടെ തീരത്ത് വെച്ച് ദൈവദൂതനുമായി മല്ലയുദ്ധം നടത്തി. ദൈവദൂതൻ യാക്കോബിന്റെ അരക്കെട്ടിന് തടി കൊടുത്ത് നടക്കാൻ പറ്റാത്തവണ്ണം ഭാരപ്പെട്ട അവസ്ഥയിൽ ഈ യാക്കോബ് ദൈവദൂതനോട് പറഞ്ഞു, ദൈവദൂത, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ നിന്നെ ഞാൻ വിടത്തില്ല. എന്റെ പ്രിയരെ, ജീവിതത്തിൽ നമ്മളും ഇതുപോലെ ചില കെട്ടുകളിൽപ്പെട്ട് ഭാരപ്പെട്ട് കഴിയുകയല്ലേ. സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നീ ഭാരപ്പെട്ടിരിക്കുന്ന അവസ്ഥയെ സമർപ്പിച്ചോ. ഇതാ ഈശോ നിന്നിൽ ഇടപെടുകയാണ്. ഈശോ നിന്നിൽ ഇടപെടുകയാണ്. യാക്കോബിന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്തവണ്ണം അവന്റെ അരക്കെട്ടിനിട്ട് തട്ട് കിട്ടിയതുപോലെ ഒരു പക്ഷേ ഇവിടെ നിൽക്കുന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്കും ചില ക്ഷീണങ്ങളുണ്ട്, ചില ഭാരങ്ങളുണ്ട്. എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തവണ്ണം വേച്ച് പോകുന്ന അവസ്ഥയുണ്ട്. മറ്റുള്ളവർ നിന്നെ പരിഗണിക്കുന്നില്ല എന്നുള്ള ദുഃഖമുണ്ട്. നിന്റെ ജീവിതത്തിന്റെ കയ്പ് നിറഞ്ഞ അനുഭവങ്ങളുണ്ട്. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച ഒരൊറ്റ പ്രാർത്ഥനയുള്ള, കർത്താവേ, എന്നെ അനുഗ്രഹിക്കാതെ നിന്നെ ഞാൻ വിടുകയില്ല, എന്നെ അനുഗ്രഹിക്കാതെ നിന്നെ ഞാൻ വിടുകയില്ല. യാക്കോബ് അള്ളിപ്പിടിച്ചതുപോലെ നീയും അള്ളിപ്പിടിച്ചോ. ഓ കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ കൈകളിൽ ഞാൻ കയറി പിടിച്ചിരിക്കുന്നു. കർത്താവേ, എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ വിടുകയില്ല. കൈകൾ ഉയർത്തി, സ്വരമുയർത്തി വിളിക്കട്ടെ, ഈശോയെ വിളിക്കട്ടെ. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ.